ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ക്രോസ് കട്ടോട് കൂടിയിട്ടുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതും കുറഞ്ഞ തുണിയിൽ. നമുക്ക് ക്ലോത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും എങ്ങനെയാണ് ഒരു ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാവേ. നമ്മളിപ്പോൾ ഒരു കുറച്ച് ലൈനിങ്ങിനായിട്ട് ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിനായിട്ടും കറക്റ്റായിട്ട് ഒരു 80 സെൻറ്റിമീറ്ററേ ഉള്ളൂ, 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം വളരെ കുറഞ്ഞ ക്ലോത്തിൽ എങ്ങനെയാണ് ഒരു സാരി ബ്ലൗസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് സാരി ബ്ലൗസ് പലതരത്തിൽ നമ്മൾ കട്ട് ചെയ്തിടുന്നത് നമ്മളുടെ വീഡിയോസിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമ്മളിപ്പോൾ മെയിൻ ക്ലോത്തിന് എടുത്തിരിക്കുന്നത് ഒരു 80 സെൻറ്റിമീറ്ററോളവേ ഉള്ള നമുക്ക് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്ത് നമുക്കൊരു 60 സെൻറ്റിമീറ്ററോളവേ ഉള്ള ആ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് 4ആയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യമേ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 9.5 ഇഞ്ചോളം വിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ കോർണർ ടു കോർണറും മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്റർ കാണുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ഇങ്ങനെ സെൻറ്റർ കണ്ടതിന് ശേഷം നമ്മളുടെ ക്ലോസ് ആയ ഭാഗത്ത് 1/2 ഇഞ്ച് മുകളിലേക്കും ഓപ്പൺ വരുന്ന സൈഡിൽ 1/2 ഇഞ്ച് താഴ്ത്തിയും ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ. അപ്പം നമുക്ക് ക്ലോത്ത് കുറവാണെങ്കിൽ ആദ്യമേ നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ പോർഷനാണ്. ഇനിയും നമ്മൾ ഓപ്പൺ ഭാഗത്ത് എത്രയാണോ നമുക്ക് ഓപ്പൺ വേണ്ടത് അതും കൊടുക്കുക. എന്നിട്ട് സീം എലവൻസും കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്ലീവിനുള്ളതാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ടോട്ടൽ ക്ലോത്ത് കുറവാണെങ്കിൽ ആദ്യമേ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ അങ്ങ് ആദ്യമേ കട്ട് ചെയ്ത് എടുക്കണേ. നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒരു 60 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ലൈനിങ് ക്ലോത്തിൽ സ്ലീവ് അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള സ്ലീവ് നമുക്ക് ലഭിച്ചേ. ഇനി നമ്മൾ ബാക്ക് പോർഷന് വേണ്ടിയാണ് ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട വിഡ്ത്ത് നമ്മളൊരു 12 ഇഞ്ചോളം വിഡ്ത്താണ് സീം എലവൻസ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ലെങ്ത് ഒരു 15 ഇഞ്ച് ഇതുപോലെ ലെങ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ ഭാഗം ഇതുപോലെ നമ്മൾ ക്ലിയർ ചെയ്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ച് കൊടുത്തിരിക്കുന്നു. ഷോൾഡർ ഒരു 6 ഇഞ്ച് സീം എലവൻസ് ഉൾപ്പെടെ ഈ 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിനും കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഭാഗങ്ങളെ നമ്മളൊരു 1/2 ഇഞ്ച് ഡൗൺ വേർഡും കൊടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് നമുക്ക് 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചെന്ന് കിട്ടി. പിന്നെ നമ്മൾ 2 ഇഞ്ച് സീം എലവൻസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഭാഗം മാർക്ക് ചെയ്യുന്നു. ഒരു 1.5 ഇഞ്ചോളം സീം എലവൻസും കൊടുക്കുന്നു. ഇതുപോലെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ ആം ഹോൾ കർവും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്ക് നമുക്ക് നെക്കിൻ്റെ ആ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷന് നെക്കിൻ്റെ ലെങ്ത് നമ്മളൊരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ബോക്സ് പോലെ വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം മെയിൻ ക്ലോത്തിന് നമുക്ക് ലെങ്ത് തികയാത്തത് കൊണ്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചെരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അവിടെയാണ് ഈ ക്രോസ് കട്ടിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഒരു അല്പം നീണ്ട് കിട്ടുന്ന രീതിയിൽ ഇട്ട് വേണം
ഈ പോർഷൻ എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബാക്ക് പോർഷനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് ചെരിച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഭാഗം ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് താഴേക്ക് കൊടുക്കുന്നു. ഇനി നമ്മൾ നെക്കിനൊരു 6 ഇഞ്ച് ഫ്രണ്ട് പോർഷന് കൊടുക്കാവുള്ളേ. ആ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് അകത്തേക്ക് നമ്മൾ ഇതുപോലെ കുഴിച്ച് വേണം ഫ്രണ്ട് പോർഷന് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ച് മുകളിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ടക്കിന് എത്രയാണോ വേണ്ടത്, നമ്മളിപ്പോൾ ഒരു 13 ഇഞ്ചാണ് കിട്ടേണ്ടത്. 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ട് 13.5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷനിൽ ആദ്യമേ മാർക്ക് ചെയ്ത ആ പോയിന്റ് ഉണ്ടല്ലോ, ഇറക്കം, അവിടെ നിന്നാണ് നമ്മൾ ഈ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതേ പോയിന്റിൽ നിന്ന് തന്നെ 3.5 ഇഞ്ച് ഈ ഓപ്പൺ സൈഡിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നു. ഈ ഭാഗം ഇങ്ങോട്ടൊന്ന് നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഏതൊരാൾക്കും കട്ട് ചെയ്യുക. ഈ ഭാഗം ഇതുപോലെ നമ്മളൊന്നുകൂടെ വരച്ചു കൊടുത്തു അകത്തേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്ത് ആ ഭാഗം കൂട്ടി ഇതുപോലെ നമ്മളിങ്ങനെ കർവ് വരച്ചു കൊടുത്താൽ മതിയേ. ഇനി ഈ ഭാഗങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കുഴിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ബാക്കി ഭാഗങ്ങൾ ഇവിടെ നമ്മളൊരു കുറച്ചേറെ ഇങ്ങോട്ട് നീട്ടിയിട്ടങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ രണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ ബാക്ക് പോർഷൻ നമ്മൾ സാധാ കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ലൈനിങ്ങുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ലൈനിങ്ങിന് നമ്മൾ പല ക്ലോത്തുകൾ ഇതുപോലെ കൂട്ടിച്ചേർത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ പോർഷന് നമ്മൾ ഒരു സൈഡിൽ 3 പീസും അടുത്ത സൈഡിൽ 3 പീസും, അങ്ങനെ ടോട്ടൽ 6 പീസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു പീസ് മാത്രമേ നമ്മളുടെ ആ കറക്റ്റ് നമ്മുടെ ബ്ലാക്ക് കളറ് കിട്ടുന്ന രീതിയിലുള്ള മെയിൻ ക്ലോത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ലൈനിങ്ങിൽ നിന്ന് നമ്മൾ വേറെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ക്ലോത്ത് ഇല്ലാത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവേ. ബാക്ക് പോർഷനിൽ വെക്കേണ്ട പീസ് അതിന് 2 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഹുക്കിനും ഹോളിനുമായിട്ടും പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടക്കിന് വരച്ച് കൊടുക്കുകയാണ്. ഒരു 4 ഇഞ്ച് നമ്മൾ ഈ സൈഡിൽ നിന്ന് വരയ്ക്കുന്നു. 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ക്രോസ് കട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രോസ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ നമുക്കവിടെ വലിവ് കിട്ടാൻ വേണ്ടിയാണ്. ഈ ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗത്ത് സാധാരണ നമുക്കത് പിടിച്ച് ചെയ്യാവേ. അല്ല എങ്കിൽ ഇതുപോലെ നമ്മൾ 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ടക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ പതിപ്പിച്ച് എടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡിലും ചെയ്തെടുക്കാൻ സാധിക്കുമേ. നമ്മളിപ്പോൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് ടക്ക് ഇട്ട് നമ്മൾ ഈ ക്രോസ് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ നീറ്റാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു ബെൽറ്റ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ നമുക്ക് സെയിം കളർ പുറത്ത് വരാൻ വേണ്ടി നമ്മൾ ആദ്യമേ നമ്മളുടെ കോൺട്രാസ്റ്റ് കളർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നടുക്കായിട്ട് നമ്മൾക്ക് വേണ്ട കളർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് പതിച്ച് നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന കളറിൻ്റെ മുകളിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ സൈഡ് നല്ല ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സൈഡ് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്താൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ബെൽറ്റിൻ്റെ പോർഷൻ ലഭിക്കുക. ഇനിയിപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ടക്കിട്ട ഭാഗം അകത്തേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ
ആ വെച്ച് കൊടുത്തിരിക്കുന്ന വേറെ കളറാണെന്നോ ഒന്നും അറിയില്ല. ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഹുക്കിനുള്ളതും ലെഫ്റ്റ് സൈഡിൽ ഹോളിനുള്ളതുമാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് സ്ട്രിപ്പ് നമ്മളുടെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഭാഗം നമ്മൾ കൈത്തയ്യലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ 1 ഇഞ്ചോ 1/4 ഇഞ്ചോ മാർക്ക് ചെയ്ത് ഒരു സൈഡ് ഇങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കുകയാണ്. ഇവിടമാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ വരേണ്ടത്. നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ കുഴിച്ച് ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ സൈഡുകൾ ഈ ബാക്ക് പോർഷനിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ബാക്ക് പോർഷനോടെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്താൽ മതി. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് കട്ട് ബ്ലൗസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. നമ്മൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞ തുണിയിൽ നിന്ന് പോലും നമുക്കൊരു ക്രോസ് കട്ട് വളരെ സിമ്പിളായിട്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ലൈനിങ് ക്ലോത്തിനാണ് നമ്മൾ പല കളറാണ് കൊടുക്കുന്നെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം അറിയുകയില്ലേ. അപ്പോൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ലൈനിങ് ക്ലോത്തൊക്കെ മിച്ചമൊക്കെ കാണും. അപ്പോൾ അതെല്ലാം ഇല്ലേ നമുക്കിങ്ങനെയൊക്കെ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവേ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഒരു ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.